മുട്ട പൊട്ടിക്കുന്നതിനും ചായ ഇടാനും ഒക്കെ ഒരു കൈ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പണ്ടായിരുന്നു ഞാനും വിശ്വസിക്കില്ല. ദൈവം വന്നേ പിന്നെ പലതും വിശ്വസിച്ചു തുടങ്ങി. ഇതുപോലെ കുറച്ച് നഗ്ന സത്യങ്ങൾ എടുക്കട്ടെ. എല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഹെൽപ്പ് ചെയ്യാൻ സെറിൻ ചേച്ചിയുണ്ട് കൂട്ടിന്. താങ്ക്സ് ടു മൈ ജോബ്. അത് ഇതുവരെ 2 പേരുടെ സാലറി കൂടെ ആയിരുന്നു. ഒരു സെൽഫ് ഇൻട്രോ പറഞ്ഞേക്കാം. പരിചയമില്ലാത്ത നിങ്ങളാരെങ്കിലും കാണുന്നെങ്കിലോ. ഞാനൊരു IT പ്രൊഫഷണലാണ്. 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുപോലെ ചെറുതായി വയലിനൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പം സമ്മതിക്കാറില്ല. പിന്നെ മ്യൂസിക്, സ്ക്രിപ്റ്റ്, ടെക്ക്, കോമഡി, ഡാൻസ്, അങ്ങനെ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം 5:30 ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നാഗവല്യം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു 2016 കണ്ടന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 1 month ആയിട്ടാണ്. അതിന് കാരണമുണ്ട്. ഞാനിപ്പോൾ 2 month ആയിട്ട് സബാറ്റിക്കൽ ലീവിലാണ്. ഒരു അച്ഛനും അമ്മയൊക്കെ വന്നും പോയി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് 1 year ആയിട്ട് ജോബൊക്കെ സർവൈവ് ചെയ്ത് പോയതും. പക്ഷെ ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ രണ്ടുപേരും നാട്ടിൽ പോയേക്കുവാണ്. പിന്നെ നാട്ടിൻപുറം ഇഷ്ടപ്പെടുന്ന അവരെ ഈ ഫ്ലാറ്റിലെ 2 മുറിയിൽ അടച്ചിടാൻ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. ഗൂഗിളിന്റെ വീട്ടിലായാലും മുത്തശ്ശിയമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് വന്നു നിൽക്കാനൊക്കെ കുറച്ച് പാടാണ്. കുഞ്ഞിന് 2 വയസ്സായാലോ ഡേ കെയറിലാക്കാം, അല്ലെങ്കിൽ ഫുൾ ടൈം ഒരാളെ നിർത്താനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് 2 ജോലിക്കാരുടെ മോളായിട്ട് ജനിച്ച എനിക്ക് കുട്ടിക്കാലത്ത് പേരന്റിങ് ടൈമൊക്കെ കുറേ മിസ്സാവുന്നതിൻ്റെയും കെയർ കിട്ടുന്നതൊക്കെ മിസ്സാവുന്നതിൻ്റെയൊക്കെ കുറേ ഓർമ്മകളുണ്ട്. അതൊക്കെ എൻ്റെ സൈഡിൽ നിന്നും ഇവന് ഉണ്ടാകരുതെന്നൊരു തോന്നൽ. അതോടൊപ്പം തന്നെ ജോലിയിൽ കുറച്ച് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് 8 മുതൽ 9, അത് കഴിഞ്ഞ് പിന്നെ രാത്രി 10 മുതൽ 2 വരെയൊക്കെ ഇരുന്ന് എന്നും വർക്ക് ചെയ്യുന്നതും, അതിനോടൊപ്പം ഫീഡിങ്, ഉറക്കമില്ലാത്തത്, കുളിക്കാനും കഴിക്കാനും പോലും ടൈമില്ലാത്തത്, ഫാമിലി ടൈമിന് ഒന്നും ടൈമില്ലാതെ ആകെ വട്ടെടുത്ത് തുടങ്ങിയപ്പോൾ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. പക്ഷെ 2 month കഴിഞ്ഞ് വീണ്ടും ഒരു ഡിസിഷൻ എടുക്കണം. പലയിടത്തും ലേ ഓഫ് ഒക്കെ നടക്കുന്ന ടൈമിൽ ഞാൻ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത മാനേജേഴ്സിനെ ഓർക്കുന്നു. ഇൻഫിയാണ് എനിക്ക് എല്ലാം തന്നത് കേട്ടോ. ഒരു നല്ല ഗ്യാങ്ങിനെ തന്നു, ഫ്രണ്ട്സ്, നല്ല ക്യാമ്പസ് എക്സ്പീരിയൻസ്. പിന്നെ ജാവ ഡെവലപ്പറായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് ഡേറ്റാ കരിയറിലേക്ക് മാറാനായിട്ട് പൂനെയിൽ ചെന്ന് നടത്തിയ കുറച്ച് പരാക്രമങ്ങളുണ്ട്. ഈ അച്ഛനെയും അമ്മയും ഇവനെ 6 മാസത്തിലൊക്കെ വെച്ചുകൊണ്ട്. അതൊക്കെ ഓർക്കുമ്പോഴും പിന്നെ ചെറുപ്പകാലം തൊട്ടേ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി മാത്രം പഠിച്ചൊരു പഠിപ്പിയുണ്ട്. 10ലും 12ലും കോളേജിലൊക്കെ ഉറക്കുളച്ച് പഠിച്ച രാത്രികൾ, എക്സാമിന് ഫുഡൊക്കെ കഴിക്കാതെ പോയിരുന്നിട്ട് തല ഇറങ്ങി വീണ് KSRTCയിലൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ളപ്പോൾ ഈ ജോലി എങ്ങനെയാ റിസൈൻ ചെയ്യാമെന്നോ അല്ലെങ്കിൽ നീട്ടി വെക്കുവാന്നോ അറിയില്ല. ബട്ട് അതിനേക്കാൾ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഉള്ളതെന്നൊരു തോന്നൽ. ഇനി അത് മടിയാണോ, എല്ലാം കൂടെ ചെയ്യാനുള്ള എക്സ്പോസ്റ്റഡ് ഫീലിംഗ് ആണോ, നമുക്ക് പറഞ്ഞിരിക്കുന്ന വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. ഈ 2 month കൊണ്ട് ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് വേണം ഇവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും. അതോ യാനുവിനെ ഡേ കെയറിലാക്കണോ, ഫുൾ ടൈം ആളെ നിർത്തണോ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താനും. ഇപ്പം മനസ്സിലായില്ല എങ്ങനെയാണ് 1 month ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ഇടുന്നതെന്ന്. ബട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കുറേ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും കൂടെ നടക്കാൻ ഒരാൾ കൂടെ ഉള്ളത് ഒരു വലിയ ആശ്വാസമാണല്ലേ. അപ്പം നിങ്ങൾ ഇവിടെ വരെ എത്തിയെങ്കിൽ കൂടെ കൂടിക്കോളൂ, ഫോളോ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് ഡിസൈഡ് ചെയ്യാം. എഴുതി വെച്ച ഓസ്കാർ സ്പീച്ച് പറയണോ, അതോ ഇൻ ഫ്യൂച്ചർ ഞാൻ എൻ്റെ ഡ്രീംസ് ഒന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയണോ, തിരിച്ച് ഓഫീസിലേക്ക് പോകണമെന്നൊക്കെ നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കാം. ഇപ്പോഴേ സജഷനുള്ളവരൊന്ന് പറഞ്ഞേക്കാട്ടോ. അക്രമങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം.